എന്താണ് അഗ്നി പറ്റിയത്? അവളെ കാണുമ്പോ നിനക്ക് എന്തത്? നിന്റെ ഊരുതണ്ടലൊക്കെ കഴിഞ്ഞ് കേറാറായോ? അമ്മാവൻ, ഞാൻ ആ കുന്നിന്റെ പേരുണ്ടായിരുന്നു. ഇത്ര വൈകിയൊന്നും കണ്ടില്ല. ഇനി ഇത് ആവർത്തിക്കില്ല. നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി ആ സമയത്ത് നീ വീട്ടിൽ കയറാൻ ഓർക്കണ്ട. ഇല്ല അമ്മാവ, ഇനി ഇത് ആവർത്തിക്കത്തില്ല. ശരി. നിന്നെ പഠിത്തം കഴിഞ്ഞ് ഇവിടെ ഇരുത്താൻ എനിക്കറിയാമെങ്കിൽ നിന്നെ ഈ വീടിന് വെളിയിൽ ഇറക്കാതിരിക്കാനും എനിക്കറിയാം. കേറി പോടി അവിടുത്തെ. ഇന്നെന്താ നിന്റെ മഞ്ചാടിയൊന്നും ഇല്ലേ? ഇന്ന് നന്ദേച്ചിനെ ഞങ്ങൾ കണ്ടില്ല മാഷെ. അല്ലേ നന്ദേച്ചി എന്നും രാവിലെ എൻ്റെ വീട്ടിൽ വരുന്നതായിരുന്നു. ഇന്ന് നന്ദേച്ചിനെ കണ്ടില്ല. എനിക്ക് തോന്നുന്നു അവരുടെ അവിടെ ഉള്ള പുള്ളി നന്ദേച്ചിനെ പൂട്ടിയിട്ടേക്കുവാന്നു. പൂട്ടിയിട്ടേക്കുവാന്നോ? എന്തിന് മാഷെ? എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല. എൻ്റെ അമ്മ പറഞ്ഞ കഥയൊക്കെ എനിക്കറിയത്തുള്ളൂ. നന്ദേച്ചിയുടെ ഒക്കെ വീട് വലിയ വീട്ടുകാരാ, വലിയ രാജാക്കന്മാരെ പോലെയാ. നന്ദേച്ചിയുടെ അച്ഛനും അമ്മയും കുറേയൊക്കെ നാൾക്ക് മുമ്പ് വണ്ടി ആക്സിഡന്റിൽ മരിച്ചുപോയി. അത് കഴിഞ്ഞ് നന്ദേച്ചിനെ നോക്കിയത് മൊത്തം മുത്തശ്ശി, അമ്മാവനും അമ്മായിയാണ്. ആ അമ്മാവനാണ് നന്ദേച്ചിനെ പുറത്തിറക്കുന്ന ഒന്നും ഇഷ്ടമില്ല. അങ്ങനെ നന്ദേച്ചിയുടെ പഠിത്തം വരെ മുടക്കി കളഞ്ഞ്. നന്ദേച്ചി നല്ല പഠിത്തക്കാരിയായിരുന്നു. എൻ്റെ ചേച്ചിലൂടെ നന്ദേച്ചി പഠിച്ചതൊക്കെ നല്ല മാർക്കോടെ ജയിച്ചതാ. മാഷിന്ന് നേരത്തെ പോകണം. എന്താ കാര്യം? ആ മാഷേ, ഞാനിന്നിത്തിരി നേരത്തെ ഇറങ്ങും. ഇന്നവളെ കണ്ടതേ ഇല്ലല്ലോ. ഇത് അവളല്ലേ? അവളിതെങ്ങോട്ടാ പോകുന്നത്? ഏയ് നന്ദ, അവിടെ നിന്ന്. ഇന്നെന്താ കണ്ടതേ ഇല്ലല്ലോ. എവിടെയായിരുന്നു? അത് എനിക്ക് വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു മാഷെ. അതല്ല, എനിക്ക് നെക്സ്റ്റ് വയ്യായിരുന്നു. അല്ല മാഷ്, ഇതെന്താ ഇത്ര നേരത്തെ ക്ലാസ്സിൽ നിന്ന്? എനിക്കറിയില്ല നിന്റെ പ്രശ്നം എന്താണെന്ന്. പക്ഷെ എനിക്കതൊക്കെ അറിയണമെന്നുണ്ട്. മാഷ്, ഇനി ഞാൻ മാഷായിട്ട് ഒത്തിരി എടുത്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ലാസ്റ്റത് മാഷിന് കരയാനേ വിധി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പോവാ. കാര്യം പറഞ്ഞിട്ട് പോകുന്നെന്താ? മുത്തശ്ശി, കുളിക്കാനുള്ള വെള്ളം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഞാനെന്നാ കാവ്യ വരെ പോയിട്ട് വരാം. എങ്കിൽ മോള് കാവ്യ പോയി വിളക്ക് വെച്ചിട്ട് വാ. இலகு இலகிலகு இலகு நாகே இலகு இலகங்கே மணிஷீலே இலகு இலகிலகு இலகு நாகே இலகு இலகங்கே மணிஷீலே மணிநாகே கரிநாகே இலகிலகு பாதாள சங்குநாகே கருத்தறியா இலகு இலகிலகு இலகு நாகே இலகு இலகெங்கே மணிஷீலே
കില കിളകുനാകെ കില 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 മണിശീലേ കില 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 കിളകുനാകെ കില 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 മണിശീലേ മണിനാകെ കില കിളക് കരിനാകെ കില കിളക് പാതാള മണിനാകെ കരിനാകെ കില കിളക് കില 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 കിളകുനാകെ കില 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 മണിശീലേ കില കില കണ്ട കില കില കണ്ട കിളകുനാകെ കില കില കണ്ട കില കില കണ്ട മണിശീലേ. ഞാൻ ഇനി മിണ്ടില്ല കേട്ടോ. നിനക്ക് തന്നെ എന്നും ഞാൻ വിളക്ക് വരുന്നില്ല. എനിക്കറിയാം, എല്ലാവരും എന്നോട് പറഞ്ഞു ഞാൻ നിനക്കുള്ളതാണ്. പക്ഷേ എപ്പോഴും എൻ്റെ മനസ്സ് എടറിപ്പോയി. ആ മാഷിനെ എനിക്കറിയാതെ ഇഷ്ടമായി. എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അറിയാം എനിക്ക് അറിവില്ലാത്തതാണ്. പക്ഷെ എനിക്ക് മറക്കാനും കഴിയുന്നില്ല. മാഷിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ടാ എന്നോട് നടക്കുന്നത് പറയാത്തെ? അയ്യോ മാഷെ, മാഷ് എന്തെവിടെ? ആരെങ്കിലും കാണുന്നതിന് പോ മാഷെ. ആരെങ്കിലും കണ്ട പ്രശ്നമാവും. ഇവിടെ എന്താ പുരുഷന്മാർക്ക് കയറാൻ പറ്റില്ലേ? അതൊന്നും പറഞ്ഞാൽ മാഷിന് മനസ്സിലാവില്ല. മാഷിപ്പോ ചെന്നാട്ടെ. നന്ദ, നീ കാണാത്തൊരു ലവ് കൂടിയുണ്ട്. അത് ഞാൻ നിന്നെ കാണിക്കും. മഴ വരുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് കയറിക്കാം. നന്ദ, ഇതിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ഈ കാവിൽ തന്നെ വരും. അന്ന് നീ സാരി എടുത്തോണ്ട് വേണം വരാൻ.